ബിസിനസ് നിങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? എന്ത് തുടങ്ങണം എന്ന് നിങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? എൻ്റെ നാട്ടിൽ കാണുന്നൊരു സ്വഭാവം ഞാൻ പറയാം. ഒരു ജംഗ്ഷനിൽ ഒരു ടെക്സ്റ്റൈൽസ് വന്ന് വിജയിച്ചാൽ പിന്നെ അവിടെ ടെക്സ്റ്റൈൽസിൻ്റെ കളിയാണ്. ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ ബേക്കറി വന്ന് വിജയിച്ചാൽ പിന്നെ കംപ്ലീറ്റ് ബേക്കറിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും കാണിക്കുന്നത് കണ്ടോ, ആരെങ്കിലും വിജയിച്ചത് കണ്ടോ, നിങ്ങൾ ഒരു കാര്യത്തിനും പോകരുത്. നിങ്ങളുടെ മനസ്സിലെ പാഷൻ അതെന്താണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ബിസിനസിന്റെ വിജയം. മാത്യു സാർ ഈ ഒരു പറഞ്ഞ കാര്യം എത്രത്തോളം സത്യമാണല്ലേ. നമ്മൾ നമ്മുടെ ബിസിനസ്സിലും അതായത് നാട്ടിൻ പ്രദേശങ്ങളിലും ടൗണിലും സിറ്റിയിലും എല്ലാം അനുഭവിക്കുന്ന ഒരു ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ഉള്ളത്. കാരണം നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി അതിൽ 1000 രൂപക്ക് വിറ്റിരുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്റ്റാഫ് അതായത് നമ്മുടെ റിലേറ്റീവ് നമ്മുടെ ബന്ധപ്പെട്ടവർ മറ്റൊരു കട തുടങ്ങി 800 രൂപക്കും 500 രൂപക്കും വിൽക്കുന്നത് എത്രത്തോളം കഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ അപ്പുറത്ത് മറ്റൊരു കട തുടങ്ങി എന്നതിന്റെ പേരിൽ മാത്രം നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിന്റെ വില കുറയ്ക്കേണ്ടതിന്റെ ഒരു നിർബന്ധിത അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. എത്രത്തോളം ആ ബിസിനസിനെയും ആ പ്രൊഡക്റ്റിനെയും അതിന്റെ ക്വാളിറ്റിയിൽ ബാധിക്കും. ഇത് തന്നെയല്ലേ ഓരോ ബിസിനസ്സും പരാജയപ്പെടാനുള്ള വ്യക്തമായ ഒരു കാരണം. തന്റെ പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഒട്ടും കുറക്കാതെ മാർക്കറ്റിൽ ഏറ്റവും ഹയസ്റ്റ് ആയ പ്രൈസ് തന്നെ പ്രൊഡക്റ്റ് വിറ്റ് വിജയിച്ച ഒരു ബിസിനസ്കാരന്റെ കഥ പറയാം. $200-300 സൈക്കിൾ വിറ്റിരുന്ന സമയം ഈ പ്രൈസിൽ നിന്നും അല്പം വർദ്ധിപ്പിച്ചാൽ തന്റെ ബിസിനസ് നഷ്ടപ്പെടുമോ എന്ന് ഓരോ ബിസിനസ്കാരും ഭയപ്പെട്ടിരുന്ന സമയത്ത് $5000 എത്രയെന്നറിയോ? 10 times more than. ഈ ഒരു പ്രൈസിൽ സൈക്കിൾ വിൽക്കാൻ ട്രെക്സ് എന്ന കമ്പനിക്കിട്ട് മോട്ടീവ് എന്നത് തന്റെ പ്രൊഡക്റ്റിലുള്ള വിശ്വാസവും ഈ ഇൻഡസ്ട്രിയിൽ അവർ നടത്തിയ ഇന്നോവേഷൻസുമാണ്. ഓരോ സമയത്തും ഇവർ നടത്തിയ ഇന്നോവേഷൻസ് എന്നത് ആരെയും അതിശയിപ്പിക്കുന്നതാണ്. വെയിറ്റ് കുറക്കുന്നതിന് വേണ്ടി കാർബൺ ഫൈബർ ഉപയോഗിച്ച് ഫ്രെയിം നിർമ്മിച്ചത്, ഫ്ലൈറ്റുകൾക്കും ലക്ഷറി കാറുകൾക്കുമുള്ള അഡ്വാൻസ്ഡ് എയറോഡൈനാമിക് സിസ്റ്റം ലഭിക്കാൻ ഡിസൈനിൽ കട്ടിംഗ് എഡ്ജ് ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്തത്, ഓരോ പർപ്പസിന് വേണ്ടി പ്രത്യേകം നിർമ്മിച്ച സൈക്കിൾ, ഇവയെല്ലാം ഇവരെ ഈ ഇൻഡസ്ട്രിയിൽ ഒരു ലീഡർ ആക്കാൻ ധാരാളമായിരുന്നു. 1976 ട്രെക്സ് കമ്പനി തുടങ്ങുന്നതും വിജയിക്കുന്നതും. ഇന്നൊരു ലക്ഷറി കാറിന്റെ വിലയിൽ സൈക്കിൾ വിൽക്കുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? എന്നാൽ അതാണ് ട്രെക്സ്. 90കളുടെ തുടക്കത്തിൽ ഹൈ എൻഡ് മോഡലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സീരിയസ് സൈക്ലിസ്റ്റുകൾക്ക് അത് സ്വീകരിക്കാൻ ഒട്ടും മടിയുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല 2000 ആയപ്പോഴേക്കും ഇവരുടെ പ്രൈസ് എത്തി നിന്നത് $4000 മുതൽ $5000 വരെയാണ്. എന്നാൽ ഇന്ന് 10000-നും 15000-നും നോർമലായിട്ട് വിൽക്കുന്ന ഇവരുടെ സൈക്കിൾ ഹൈ എൻഡ് മോഡലുകൾക്കും ലിമിറ്റഡ് എഡിഷനുകൾക്കും വില വരുന്നത് $50000 വരെയാണ്. അതിന്റെ കാരണം ക്വാളിറ്റി എന്ന ഒറ്റൊന്ന് മാത്രമാണ്. ക്വാളിറ്റി കുറച്ച് പ്രൊഡക്റ്റ് നിർമ്മിച്ച് വില കുറച്ച് വിൽക്കുക എന്ന നമ്മുടെ സാധാരണ കൺസെപ്റ്റ് നിന്ന് മാറ്റി ക്വാളിറ്റിയിലും ഇന്നോവേഷൻസും ഫോക്കസ് ചെയ്ത് കൂടെ ടെക്നോളജി കൂടി സഹായത്തിനെത്തിയപ്പോൾ ട്രെക്സ് എന്ന ബ്രാൻഡിനെ ഇഷ്ടപ്പെട്ടത് സീരിയസ് സൈക്ലിസ്റ്റും മൗണ്ടൻ ബൈക്കേഴ്സും കംഫോർട്ടബിൾ സൈക്കിൾ റൈഡേഴ്സും എൻവയോൺമെന്റ് അഡ്വക്കേറ്റ്സ് പോലെയുള്ള ഉയർന്ന ചിന്താഗതിക്കാരായ ഒരു ചെറിയ കൂട്ടം ജനങ്ങളാണ്. എന്നാൽ ട്രെക്സ് എന്ന ബ്രാൻഡിൽ നിന്ന് എത്തി നിൽക്കുന്നതോ $1 ബില്യൺ എന്ന വലിയ അച്ചീവ്മെന്റിന് കാരണം ക്വാളിറ്റിയുടെ ഒരു അത്ഭുതമാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു പ്രൊഡക്റ്റിന്റെയും പ്രൈസിനേക്കാൾ ജനങ്ങൾ കൂടുതൽ മാനദണ്ഡമാക്കുന്നത് അതിന്റെ ക്വാളിറ്റി തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ബിസിനസ്സിലായി കഴിഞ്ഞാലും നമ്മുടെ പേഴ്സണൽ കരിയറിലായി കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടറിലായി കഴിഞ്ഞാൽ നമ്മൾ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഇത് തന്നെയല്ലേ നിങ്ങൾക്കും ഈ ടോപ്പിക്കുള്ള അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.